ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീമഹാവിഷ്ണവേ നമഃ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ സ്വമിത്തമുത്ഥാപിതപത്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരുന്തി വാതാലയവാസവിഷ്ണു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ ശ്രീമദ് നാരായണീയത്തിലെ 62-ാമത്തെ ദശകത്തിൽ 1-ാമത്തെ ശ്ലോകം തൊട്ട് 5-ാമത്തെ ശ്ലോകം വരെയാണ് വായിക്കാൻ പോകുന്നത്. കഥാചിത് ഗോപാലൻ വിഹിതമഖ സംഭാര വിഭവാൻ നിരീഷു ത്വം ചൗരേ മഘവമദബുദ്ധ്വം സിതുമാനാഃ വിജാനനൻപ്യേതാൻ വിജാനനവിദേഹപ്യേതാൻ വിനയമൃദുനന്ദാദിപശുപാൻ അപൃച്ഛകോ വയം ജനക ഭവതാമുദ്യമയിതി. കഥാചിത് ഗോപാലൻ വിഹിതമഖ സംഭാര വിഭവാൻ നിരീക്ഷ്യ ത്വം ശൗരേ മഘവമദമുദ്ധ്വം സിതുമാനാഃ വിജാനനൻ അപ്യേതാൻ വിനയമൃദു നന്ദാദിപശുപാൻ അപൃച്ഛകോ വയ ജനക ഭവതാമുദ്യമ ഇതി. കഥാചിത് ഗോപാലൻ വിഹിതമഖ സംഭരാ വിഭവാൻ നിരീക്ഷ്യ ത്വം ശൗരേ മഘവമദമുദ്ധ്വം സിതുമാനാഃ വിജാനനൻ അപേത്യതാൻ വിനയമൃദു നന്ദാദിപശുപാൻ അപൃച്ഛകോ വയം ജനക ഭവതാം ഉദ്യമ ഇതി. കഥാചിത് ഗോപാലാൻ വിഹിതമഖ സംഭാര വിഭവാൻ നിരീക്ഷ്യ ത്വം ശൗരേ മഘവമദമുദ്ധ്വം സിതുമാനാഃ വിജാനനൻ അപ്യേതാൻ വിനയമൃദു നന്ദാദിപശുപാൻ അപൃച്ഛകോ വയം ജനക ഭവതാം ഉദ്യമ ഇതി. കഥാചിത് ഗോപാലൻ വിഹിതമഖ സംഭാര വിഭവാൻ നിരീക്ഷ്യ ത്വം ശൗരേ മഘവമദമുദ്ധ്വം സിതുമാനാഃ വിജാനനനപ്യേതാൻ വിനയമൃദു നന്ദാദിപശുപാൻ അപൃച്ഛകോ വയം ജനക ഭവതാമുദ്യമ ഇതി. കൃഷ്ണ, ഒരിക്കൽ നിന്തിരുവടി ഗോപന്മാരെ യാഗത്തിന് വേണ്ടുന്ന സാമഗ്രികളെ സംഭരിക്കുന്നതിന് അച്ഛൻ നിയോഗിച്ചതിന് കണ്ടിട്ട് ഇന്ദ്രൻ്റെ ഗർവിനെ നശിപ്പിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ, അച്ഛാ, നിങ്ങളുടെ ഈ ഒരുക്കമൊക്കെ എന്തിനാണ് എന്നിങ്ങനെ വിനയത്തോടു കൂടി ഈ നന്ദൻ മുതലായ ഗോപന്മാരോടായി ചോദിച്ചു. കൃഷ്ണ, നിന്തിരുവടി ഒരിക്കൽ ഗോപന്മാരെ യാഗത്തിന് വേണ്ടി സാമഗ്രികളെ ശേഖരിച്ചു കൊണ്ടുവരുവാനായി കണ്ടിട്ട് ഇന്ദ്രൻ്റെ ഗർവിനെ നശിപ്പിക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ, അച്ഛാ, നിങ്ങളുടെ ഈ ഒരുക്കമൊക്കെ എന്തിനാണ് എന്നിങ്ങനെ വിനയത്തോടു കൂടി ഈ നന്ദൻ മുതലായ ഗോപന്മാരോടുകൂടി നിന്തിരുവടി ചോദിച്ചു. ബഭാഷേ നന്ദസ്വാം സുത നനു വിധേയോ മഗവദോ മഗോ വർഷേ വർഷേ സുഖയതി സവർഷേണ പൃഥിവീം നൃണാവർഷായത്തം നിഖിലമുപജീവ്യം മഹീതലേ വിശേഷാദാസ്മാകം തൃണസലീലജീവ്യാ ഹി പശവഃ ബഭാഷേ നന്ദസ്വാം സുതം നന്ദു വിധുവോ മഘവതോ ബഭാഷേ നന്ദസ്വാം സുതനനു വിധേയോ മഘവദോ മഘോ വർഷേ വർഷേ സുഖയതി സവർഷേണ പൃഥിവീം നൃണാം വർഷായത്തം നിഖില ഉപജീവ്യം മഹീതലേ വിശേഷ അസ്മാകം തൃണസലീലജീവ്യാ ഹി പശവഃ ബഭാഷേ നന്ദസ്വാം സുതനനു വിധേയോ മഘവദോ മഘോ വർഷേ വർഷേ സുഖയതി സവർഷേണ പൃഥിവീം നൃണാം വർഷായത്തം നിഖിലമുപജീവ്യം മഹീതലേ വിശേഷദസ്മാകം തൃണസലീലജീവ്യാ ഹി പശവഃ. നന്ദഗോപൻ നിന്തിരുവടിയോട് അറിയിച്ചു, ഉണ്ണി, വർഷം തോറും ദേവേന്ദ്രനെ ഉദ്ദേശിച്ചുള്ള യാഗം അനുഷ്ഠിക്കപ്പെടേണ്ടതാണല്ലോ. ഈ സ്വർഗാധിപതി മഴ കൊണ്ട് ഭൂമിയെ സമൃദ്ധമാക്കുന്നു. ഭൂമിയിൽ മനുഷ്യന്മാർക്ക് എല്ലാ ആഹാര സാധനങ്ങളും മഴയെ ആശ്രയിച്ചിരിക്കുന്നു. നമുക്ക് പ്രത്യേകിച്ചും പശുക്കൾ പുല്ലും വെള്ളവും കൊണ്ട് ഉപജീവിക്കുന്നവയല്ലേ. നന്ദഗോപാലൻ നിന്തിരുവടിയോട് അറിയിച്ചു, ഉണ്ണി, വർഷം തോറും ദേവേന്ദ്രനെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള യാഗം അനുഷ്ഠിക്കപ്പെടേണ്ടതാണല്ലോ. ഈ സ്വർഗാധിപതി മഴ കൊണ്ട് ഭൂമിയെ സമൃദ്ധമാക്കുന്നു. ഭൂമിയിൽ മനുഷ്യന്മാർക്ക് എല്ലാ ആഹാര സാധനങ്ങളും മഴയെ ആശ്രയിച്ചിരിക്കുന്നു. നമുക്ക് പ്രത്യേകിച്ചും പശുക്കൾ പുല്ലും വെള്ളവും കൊണ്ട് ഉപജീവിക്കുന്നവയല്ലേ. ഇത് ശ്രുത്വാ വാചം പിതുരൈ ഭവനാഹരസം ദിഗേതന്നോ സത്യം മഗവജ്ജനിതാവൃഷ്ടിരിതീയത് അദൃഷ്ടം ജീവാനാം സൃജതി ഖലു വൃഷ്ടിം സമുചിതാം.
മഹാരണ്യേ വൃക്ഷഃ കിമിവ ബലമിന്ദ്രായ ദദതേ ഇതി ശ്രുതാം വാചം പിതുരൈ ഭവനാഹ സരസം ദിഗേതന്നോ സത്യം മഗവജനിതാ വൃഷ്ടിരിതി യത് അദൃഷ്ടം ജീവാനാം സൃജതി ഖലു വൃഷ്ടിം സമുചിതാം മഹാരണ്യേ വൃക്ഷാഃ കിമിവ ബലമിന്ദ്രായ ദദതേ ഇതി ശ്രുത്വാ വാചം പിതരൈ ഭവനാഹ സരസം ദിഗേതന്നോ സത്യം മഗവജനിതാ വൃഷ്ടിരിതി യത് അദൃഷ്ടം ജീവാനാം സൃജതി ഖലു വൃഷ്ടിം സമുചിതം മഹാരണ്യേ വൃഷാഃ കിമിവ ബലമിന്ദ്രായ ദദതേ. ഹേ കൃഷ്ണ, ഇപ്രകാരം പിതാവിൻ്റെ വാക്കിനെ കേട്ട് ഇന്ദ്രവിടി സരസമായി അരുളിച്ചതു കഷ്ടം. മഴ മഹേന്ദ്രനാൽ ഉണ്ടാക്കപ്പെടുന്നതാണ് എന്നുള്ളത് വാസ്തവമല്ല. പ്രാണികളുടെ ധർമാധർമ്മങ്ങളാണ് കർമ്മഫലങ്ങൾക്കനുസരിച്ച് മഴയെ സൃഷ്ടിക്കുന്നത്. വൻകാട്ടിൽ വൃക്ഷങ്ങൾ ഇന്ദ്രനായിക്കൊണ്ട് എന്ത് ബലിയാണ് കൊടുക്കുന്നത്? ഇപ്രകാരം പിതാവിൻ്റെ വാക്കിനെ കേട്ടിട്ട് നിന്തിരുവടി സരസമായി അരുളിച്ചതു കഷ്ടം. മഴ മഹേന്ദ്രനാൽ ഉണ്ടാക്കപ്പെടുന്നതാണെന്ന് വാസ്തവമല്ല. പ്രാണികളുടെ ധർമാധർമ്മങ്ങളാണ് കർമ്മഫലങ്ങൾക്കനുസരിച്ച് മഴയെ സൃഷ്ടിക്കുന്നത്. വൻകാട്ടിൽ വൃക്ഷങ്ങൾ ഇന്ദ്രനായിക്കൊണ്ട് എന്ത് ബലിയാണ് നിർവഹിക്കുന്നത്? 4-ാമത്തെ ശ്ലോകം. ഇദം താവത് സത്യം യതിഹ പശവോ നഃ കുലധനം തഥാജി വ്യായസോ ബലിരജലഭർത്രേ സമുചിതഃ സുരഭ്യോऽപ്യുത്കൃഷ്ടാഃ നനു ധരണീ ദേവാക്ഷിതിതലേ തതസ്തേവി ആരാധ്യാ ഇതി ജഗതിതത്വം നിജ്ജനാന്. ഇദം താവത് സത്യം യതിഹ പശവോ നഃ കുലധനം തഥാജി വ്യായസോ ബലിരജലം ഭർത്രേ സമുചിതഃ സുരഭ്യോ അപ്യുത്കൃഷ്ടാ നനു ധരണീ ദേവാക്ഷിതിതലേ തതസ്തേ അഭി ആരാധ്യ ഇതി ജഗതിതത്വം നിജ്ജനാന്. ഇദം താവത് സത്യം യതിഹ പശവോ നഃ കുലധനം തഥാജി വ്യായസൗ ബലിരജലഭർത്രേ സമുചിതഃ സുരഭ്യോ അപ്യുത്കൃഷ്ടാഃ നനു ധരണീ ദേവാഃ ക്ഷിതിതലേ തതസ്തേ അഭി ആരാധ്യാഃ ഇതി ജഗതിതത്വം നിജ്ജനാന്. ഇവിടെ പശുക്കളാണ് നമ്മുടെ കുലധനം എന്നുള്ളത് വാസ്തവം തന്നെ. ഇപ്പോൾ നാം ഉദ്ദേശിക്കുന്ന യാഗം ആ പശുക്കളുടെ ആഹാര സാധനങ്ങൾക്കായി ഈ ഗോവർദ്ധന പർവ്വതമാകുന്ന ഋഷിതാവിന് ചെയ്യുന്നത് ഏറ്റവും യോജിച്ചതായിരിക്കും. ഭൂലോകത്തിൽ ഭൂദേവന്മാർ സല്ലേഖവാസികളായ ദേവന്മാരെക്കാളും വിശിഷ്ടന്മാരാണല്ലോ. അതിനാൽ അവരും ആരാധിക്കപ്പെടേണ്ടവരാണ് എന്നിങ്ങനെ നിന്ദരുവടി സ്വജനങ്ങളോട് അരുളി ചെയ്തു. ഇവിടെ പശുക്കളാണ് നമ്മുടെ കുലധനം എന്നുള്ളത് വാസ്തവം തന്നെ. ഇപ്പോൾ നാം ഉദ്ദേശിക്കുന്ന യാഗം ഈ പശുക്കളുടെ ആഹാര സാധനങ്ങൾക്കായി ഈ ഗോവർദ്ധന പർവ്വതമാകുന്ന രക്ഷിതാവിന് ചെയ്യുന്നത് ഉചിതമായിരിക്കും. ഭൂലോകത്തിൽ ഭൂദേവന്മാർ സല്ലേഖവാസികളായ ദേവന്മാരെക്കാളും സ്വല്ലോകവാസികളായ ദേവന്മാരെക്കാളും വിശിഷ്ടന്മാരാണല്ലോ. അതിനാൽ അവരും ആരാധിക്കപ്പെടേണ്ടവരാണ്. ഭൂദേവന്മാർ സ്വല്ലോകവാസികളായ ദേവന്മാരെക്കാളും വിശിഷ്ടരാണെന്നാണ് പറയുന്നത് എന്നിങ്ങനെ നിന്തിരുവടി സ്വജനങ്ങളോട് അരുളി ചെയ്തു. ഭവത് വാചം ശ്രുത്വാ ബഹുമതി യുധാസ്തേപി പശുപാഃ ദ്വിജേന്ദ്രനർച്ചന്തോ ബലിമദത് ഉരുച്ഛൈഷിതിഭൃതേ ദത് പ്രാദക്ഷിണ്യം സുബ്രശമനം അന്നാദരയുതാഃ त्वमादशैलात्मा बलिमगिलमाभीरपुरतः भवात् वाजं श्रुत्वा बहिमतियुधास्तेऽपि पशवः द्विजेन्द्रनर्चन्दो बलिमद उलुच्चैक्षितिभृते वधुप्रादक्षिण्यं शुभ्रशमनमन्नाधारयुताः त्वमादशैलात्मा बलिमगिलमाभीरपुरतः भवद्वाचं श्रुत्वा बहिमतियुधास्तेऽपि पशुपाः द्विजेन्द्रनर्चन्द्रो बलिमद उरुच्छैषितिभृते व्यधुप्रादक्षिण्यं सदृशमनम् अन्नाधारयुताः त्वमादशैलात्मा बलिमगिलमाभीरपुरतः. ആ ഗോപന്മാരും അങ്ങയുടെ അഭിപ്രായം കേട്ട് അതിനോട് അനുകൂലിക്കുന്നവരായി മഹാബ്രാഹ്മണനെ പൂജിച്ചുകൊണ്ട് ഗോവർദ്ധന പർവ്വതത്തിനായി അത് ശ്രേഷ്ഠമായ ബലി നൽകി അത്യധികം ആദരവോടുകൂടി പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു. ആ ഗോപന്മാരും അങ്ങയുടെ അഭിപ്രായം കേട്ട് അതിനോട് അനുകൂലിക്കുന്നവരായി മഹാബ്രാഹ്മണരെ പൂജിച്ചുകൊണ്ട് ഗോവർദ്ധന പർവ്വതത്തിനായി അതിശ്രേഷ്ഠമായ ബലി നൽകി അത്യധികം ആദരവോടുകൂടി പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു. നിന്ദരുവടി പർവ്വതരൂപിയായിട്ട് ഗോപന്മാർക്ക് മുമ്പിൽ വെച്ച് ബലി നൽകിയ എല്ലാ പദാർത്ഥങ്ങളെയും ഭക്ഷിക്കുകയും ചെയ്തു. നിന്ദരുവടി പർവ്വതരൂപിക്കായിട്ട് ഗോപന്മാർക്ക് മുമ്പിൽ വെച്ച
ബലി നൽകിയ എല്ലാ പദാർത്ഥങ്ങളെയും ഭക്ഷിക്കുകയും ചെയ്തുവല്ലോ. 5 വരെയുള്ള ശ്ലോകം ഇന്ദ്രമക വർണ്ണനം. ദശകം 62. കഥാചിത് ഗോപാലാൻ വിഹിതമക സംഭാര വിഭവാൻ നിരീക്ഷത്വം ശൗരേ മഗവമദ് ഉദ്ധം സിതുമാനാഹ വിജാനനപ്യേതാൻ വിനയമൃതനന്ദാദിപശുവാൻ അപരിച്യ കോവയം വായം ജനകഭവതാമുദ്യമ ഇതി ബഭാഷേ നന്ദസ്വാം സുതനനും വിധേയോ മഗവതോ മുഖോ വർഷേ വർഷേ സുഖയതിഥ വർഷേണ പ്രതിഭീം വർഷായത്തം നിഖിലമുപജീവ്യം മഹീതലേ വിശേഷദാസ്മാകം തൃണസലീലജീവ്യാ ഹി പശവഃ ഇതി ശ്രുത്വാ വാചം പിതരൈ ഭവനാഹ സരസം ഋഗേദന്നോ സത്യം മഗവജനിതാ വൃഷ്ടിരിതി യത് അദൃഷ്ടം ജീവാനാം സൃജിത ഖലു വൃഷ്ടം സമുചിതാം മഹാരണ്യേ വൃക്ഷഃ കിമിവ ബലമിന്ദ്രായ ദദതേ ഇദം താവത് സത്യം യതിഹ പശവാ ന കുലധനം തദാജി വ്യായസോ ബലിരജലഭർത്രേ സമുചിതഃ സുരഭ്യോऽപ്യുത്കൃഷ്ടാः നനുധരണീ ദേവാക്ഷിതിതലേ തതസ്തേ അഭി ആരാധ്യ ഇതി ജഗതിദഃ ത്വം നിജ്ജനാൻ ഭവദ്വാചം ശ്രുത്വാ ബഹുമതി യുധാസ്തേപി പശുപാः ദ്വിജേന്ദ്രനർച്ചന്തെ ബലിമതവൃക്ഷൈഷിതിഭൃതേ വ്യതുപ്രാദക്ഷിണ്യം സുപ്രശ മനമന്നാധരയുതാः ത്വത്മാദശൈലാത്മാ ബലിമഖിലമാഭീരപൂരതഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.